ഹായ് ഫ്രണ്ട്സ്, കുങ് ഫൺ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുങ് ഫു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബോഡി കണ്ടീഷനുകളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. കൈകളുടെ കുറച്ച് മൂവ്മെൻറ്റ് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ഷോൾഡറിൻ്റെ വിത്തിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ ലെവലിലൊന്ന് പാരലായിട്ട് വെക്കുക, ടൈറ്റായിട്ട് പിടിക്കുക. ഇനി ഇവിടുന്ന് മുന്നിലേക്ക് ഇതുപോലെ ഒരു റൗണ്ട് മുന്നിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡറിന് മാക്സിമം ഒരു ആക്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ കൈ സ്ലോ ആക്കി ഇടരുത്, ഇങ്ങനെ ലൂസാക്കി ഇടാതെ മാക്സിമം ടൈറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക മുന്നിലേക്ക്. 1 2 3 4 5 സ്ലോവിൽ തുടങ്ങിയിട്ട് ഗ്രാജുവലി സ്പീഡ് കൂട്ടുക. നമ്മളൊരു ഫാൻ ഇടുന്നത് പോലെ തന്നെ ആ ഒരു മെത്തേഡിൽ വരുന്ന രീതിയിൽ ഓരോ നേരം നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യാം. സെയിം ഈ ഒരു മൂവ്മെൻറ്റ് റിവേഴ്സും ചെയ്യാം, രണ്ട് സൈഡിലേക്കും ചെയ്യാം. അതിനുശേഷം 1 by 1 ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തത് 1 by 1 ആയിട്ട് നമ്മളൊരു സ്വിമ്മിങ്ങിൻ്റെ ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ ഓരോ കൈ അത് ചെയ്യുമ്പോഴും ഷോൾഡർ ഒരു അല്പം ഒന്ന് ചരിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് സ്വിങ് ചെയ്തുകൊണ്ട് മാക്സിമം ഇതുപോലെ സ്പീഡ് കൂട്ടി ചെയ്യാം. സെയിം ഇതും റിവേഴ്സ് ചെയ്യുക. സ്ലോലി തുടങ്ങുക, അതിനുശേഷം ഗ്രാജുവലി സ്പീഡ് കൂട്ടുക. നിങ്ങളിത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതോടെ നിങ്ങളെ കൈയുടെ ഒരു മൂവ്മെൻറ്റുകൾ പഞ്ചുകൾ ഫാസ്റ്റ് ആകാനും കൈയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുവാനും അതുപോലെ എല്ലാവരും ഇതിന് അഡ്വാൻസ് ലെവലിലേക്ക് ഹാൻഡ് മൂവ്മെൻറ്റ് വർദ്ധിപ്പിക്കാനും ഇതുപോലുള്ള ട്രെയിനിങ്ങിലൂടെ സാധിക്കും. ഇപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ 1 by 1 ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കൈ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത കൈ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ചെയ്തു, 1 by 1 ചെയ്തു, അത് സെയിം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കൈ ഇങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഏത് വശത്തോട്ടാണോ കറക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത കൈ കറക്കുക. ചെയ്യാണ്ടൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഒരു ബാലൻസ് കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കൈ രണ്ട് ഇതുപോലെ വെക്കുക. ഇനി ഇവിടെ നിന്ന് 1 റൗണ്ട് ചെയ്യുക. അതേ സമയത്ത് 2 1 ഇത് മുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത കൈ 2 1 2 ഇതൊന്ന് മെമ്മറി ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റിലേക്കൊന്ന് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് രണ്ട് സൈഡിലേക്കും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലുവൻ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതും സ്പീഡായിക്കൊണ്ടിരിക്കുക, ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. കൈ ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഷോൾഡറിന് പാരലായിട്ട് വെക്കുക, കാല് ഒരല്പം വൈഡ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിന്ന് വേണ്ട ഇതുപോലെ 1 2 1 നമ്മൾ 1 by 1 ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ കൈ ക്ലോസ് ആവുന്നില്ല, നമ്മൾ ഈ ഒരു വിത്തിൽ തന്നെ ഉണ്ടാ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് വരുന്നു, വീണ്ടും തിരിച്ച്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് നോക്കാം. 1 2 1 2 ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് സ്ലോവിലി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം സ്പീഡ് പതിയെ കൂട്ടുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്ത നമുക്ക് ലെഗിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. ഇതുപോലെ ഇരിക്കുക, കൈകൾ രണ്ട് ഇതുപോലെ കാലിന് മുന്നിലായിട്ട് കുത്തുക. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഇടത് കാല് ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊന്ന് നിവർത്തി വെക്കുക. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ, താഴേക്കല്ല, ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നോക്കുക. ഇനി ഇവിടെ നിന്ന് കയ്യിലേക്ക് ലോഡ് കൊടുത്തുകൊണ്ട് അടുത്ത കാലെടുത്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. ഓരോ സൈഡിലേക്കും ലെഗ് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യുക. ബോഡി ആ സമയത്ത് ഡൗൺ ആയി പോകാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കാൻ നോക്കുക. 1 2 1 2 1 2 1 2 ഈ ഒരു മൂവ്മെൻറ്റ് ഒരു 20 നമ്പർ വീതം ചെയ്യാം. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ഇതുപോലെ തന്നെ നിൽക്കുക. ഇനി ഒരു കാല് പുറകിലേക്ക് ഇറക്കി വെക്കുക. ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മുട്ടുകാല് ബെൻഡ് ആവാതെ സ്റ്റഡി ആക്കി തന്നെ അടുത്ത കാലിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഈ മുന്നിൽ വെച്ചിരിക്കുന്ന രണ്ട് കൈയിൻ്റെ സെൻറ്ററിലായിരിക്കണം അടുത്ത കാല് വരുന്നത്.
ഇങ്ങനെ ആയി പോവാതെ എവിടെയാണോ കൈ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നിലായിട്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നോക്കുക, ഡൗൺ ചെയ്ത് പോവാതെ. ഇനി ഇവിടുന്ന് ഈ ലെഗിന് ബാക്കിലേക്ക് വിടുമ്പോൾ അടുത്ത ലെഗിന് നമ്മൾ മുന്നിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ എടുക്കുന്ന സമയത്തും ഈ കാല് തിരിച്ച് ഈ രണ്ട് കൈയുടെ സെൻറ്ററിൽ തന്നെ വരാൻ നോക്കുക. ബോഡി ഇതുപോലെ മുകളിലേക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. 1 2 1 2 1 2 1 2. ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്തത് 2 ലെഗും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം കൈ ഇതുപോലെ തന്നെ വെക്കുക. ഇനി ഇവിടുന്ന് ലെഗ് പുറകിലേക്ക് വിടുന്ന സമയത്തുണ്ട് ഒരുമിച്ച്. അപ്പോൾ നമ്മൾ പുഷപ്സ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് ബോഡി താഴെ ടച്ച് ആവണ്ട, സ്റ്റഡി ആയിട്ട് കിടക്കുക, ബെൻഡ് ആവാതെ സ്റ്റഡി ആക്കി തന്നെ വെക്കുക. ഇനി ഇവിടുന്ന് പോയതുപോലെ തന്നെ ആ കൈയിന് മുന്നിലേക്ക് എടുക്കുക. വീണ്ടും ഇവിടുന്ന് പുറകിലേക്ക് പോവുക. 1 2 1 2 1 2 1 2. ഇത് ചെയ്യുന്ന സമയത്ത് മാക്സിമം കൈയിനോട് അടുപ്പിക്കാൻ നോക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ക്ലോസ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പം പലർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്ത് അതിന് കൈയിനോട് ക്ലോസ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇതും ഒരു 20 നമ്പർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ പുഷപ്സിൻ്റെ പൊസിഷനിൽ തന്നെ ഇതുപോലെ തന്നെ പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് തന്നെ വരിക. ഇനി ഇവിടുന്ന് 2 കാല് ഒരുമിച്ച് ഇതുപോലെ നമ്മുടെ കൈയുടെ 2 സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് കൈയിലേക്ക് ഫോഴ്സ് കൊടുക്കുക. വീണ്ടും ലെഗിനെ എടുത്തിട്ട് നേരെ ബാക്ക് പോവുക. 1 2 1 2. ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഇത് ചെയ്താൽ മതി. പക്ഷേ ഇത് ഓരോ ദിവസം ചെയ്യും തോറും ഈ കൈയുടെ മുന്നിലേക്ക് കാല് വരുത്താൻ ശ്രമിക്കുക. നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ഇവിടെയാണ് ചെയ്തത്. അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം കൈയുടെ പാരലായിട്ട് തന്നെ വരുത്തുക. അതിനുശേഷം ചെയ്തും തോറും ഇത് കൈയുടെ മുന്നിലേക്കായിട്ട് കുറച്ച് മുന്നിലേക്കായിട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് വീണ്ടും മുന്നിൽ പുറകിലേക്ക് പോകും. 1 2 1 2. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്ത് നോക്കാം. പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് തന്നെ വരിക. ഇനി ഇവിടുന്ന് ഒരു കാല് നിങ്ങളുടെ ഇതുപോലെ ഒന്ന് മുന്നിലേക്ക് കയറ്റി വെക്കുക. കൈയുടെ അടുത്തേക്ക് ബോഡി ഡൗൺ ചെയ്ത് വെക്കുക. ഇനി ഇവിടുന്ന് ചെയ്യേണ്ടത് നമ്മൾ കയ്യിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. കയ്യിലേക്ക് കാലിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ കാല് പുറകിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത കാല് ഇങ്ങനെ മുന്നിലേക്ക് വെക്കുന്നു. കയ്യിലേക്ക് നമ്മൾ ലോഡ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇനി വീണ്ടും കയ്യിലേക്ക് ലോഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കാല് ജമ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ വെക്കുന്ന സമയത്ത് മുന്നിലെ കാല് വെക്കുന്ന സമയത്ത് ഈ കൈയുടെ പാരലായിട്ട് വരാൻ ശ്രദ്ധിക്കുക. മാക്സിമം ഉള്ളിലോട്ട് കയറിയാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് പരമാവധി കുറഞ്ഞു പോകരുത്. ഇത് എന്തോരം കിട്ടുന്നു അത്രയും കയറ്റി വെക്കുക. വീണ്ടും ഇവിടുത്തെ ഫോഴ്സ് കൊടുക്കുക. ഇതുപോലെ 1 2 1 2. ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി കൂടി മാക്സിമം ഒന്ന് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. അതേ ഹൈറ്റിലേക്കാതെ ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനോടൊപ്പം ആദ്യം ലെഗിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ഹാൻഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 1 2 1 2. നമ്മുടെ ലെഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഹാൻഡ്സും ഇതുപോലെ നമ്മുടെ ആ ലെഗിൻ്റെ മൂവ്മെൻറ്റിനോടൊപ്പം ഒരുമിച്ച് തന്നെ ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് വരുന്നു. 1 2 1 2. അപ്പോൾ ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് കൂടി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇത് നമ്മൾ ഇവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഒരു പുഷപ്സിൻ്റെ മൂവ്മെൻറ്റിലേക്ക് ചെന്ന് ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യണം. അപ്പം ടോയിലിരിക്കുക, ഹീലൊന്ന് റൈസ് ചെയ്തിട്ട് ടോയിലിരിക്കുക. ഇവിടുന്ന് ബോഡി ഫുള്ളായിട്ട് മുന്നിലേക്ക് ഉണ്ടോ, ഫുള്ളായിട്ട് ഇതുപോലെ ഇടുക. ഇവിടെ ഒന്ന് പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് ബോഡി ഡൗൺ ചെയ്ത് നിർത്തുക. താഴെ മുട്ടണ്ട, സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക. ഇനി ഇവിടുന്ന് നമ്മുടെ ലെഗ് രണ്ടും നേരെ മുന്നിലേക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യുക. വീണ്ടും ഇവിടുന്ന് കൈയുടെ മൂവ്മെൻറ്റ് ബോഡി ഫുള്ളായിട്ട് മുന്നിലേക്ക് ഇടുക. 1 2 1 2. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നോക്കാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് 1 2 3 4 5. ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അതിന് ലെഗ് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക.
ഇതുപോലെ വൈഡ് ചെയ്ത് വെക്കുക. ഇനി ഇവിടുന്ന് ബോഡി കൈ ഇതുപോലെ തന്നെ താഴേക്ക് കുത്തുക. ഇവിടുന്ന് 1 2 3 4 4 മൂവ്മെൻറ്റ് വരിക. ബോഡി താഴേക്ക് നമ്മളൊരു പുഷപ്സ് എടുക്കുന്ന പോലെ പോവുക. തിരിച്ച് വരുന്ന സമയത്ത് 1 2 3 4 4 മൂവ്മെൻറ്റ് വരിക. 1 2 3 4 ഇവിടെ വരുമ്പോൾ പുഷപ്സിൽ പോലെ ഡൗൺ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് ഒന്ന് സ്പീഡാക്കുക. അതെ 1 2 3 വീണ്ടും. ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഒറ്റ മൂവ്മെൻറ്റാണ്. അടുത്തൊരു സ്റ്റെപ്പിൽ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തതിൽ നമ്മൾ ആ ലാസ്റ്റ് പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് പോകുന്ന രീതിയിൽ. അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം. കൈ ജസ്റ്റ് ഒന്ന് ഹിപ്പിലേക്ക് പിടിക്കുക, ഈ രണ്ട് സൈഡിലേക്ക് വെക്കുക. ഇനി നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് താഴേക്ക് വീഴുന്ന സമയത്ത് ഒരു പുഷപ്സ് പോലെ കൈ അവിടെ താഴേക്ക് ഡൗൺ ചെയ്യുക. ഇനി ഇവിടുന്ന് അപ്പ് ചെയ്യുന്ന സമയത്ത് പുഷ് ചെയ്തിട്ട് ഇതിലേക്ക് ക്യാച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കൈ കുത്തി വന്ന സ്ഥലത്ത് നിന്ന് ഒരു പുഷിങ്ങിന് തിരിച്ച് ബോഡി എടുക്കുക. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം കണ്ട ഡൗൺ ചെയ്യുന്നു. ഇനി തിരിച്ച് പോകുന്ന സമയത്ത് കയ്യിലേക്ക് മാക്സിമം ലോഡ് കൊടുക്കുക. ഇതുപോലെ പുഷ് ചെയ്യുക. ബോഡിയെ ഇങ്ങനെ പുഷ് ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് ആംഗിളിലേക്ക് ഒന്ന് ക്യാച്ച് ചെയ്യുക. ആ ഒരു മൂവ്മെൻറ്റ് പുഷിങ് വരുമ്പോൾ ഇവിടെ ഒന്ന് ക്യാച്ച് ചെയ്യുക. തിരിച്ച് പോകുന്ന സമയത്ത് കൈ ഇവിടെ വെച്ചിട്ട് ബോഡി ഒന്ന് ബാക്കിലേക്കൊന്ന് കിട്ടുന്ന രീതിയിലൊന്ന് ബെൻഡ് ചെയ്യുക. ഇതുപോലെ ഒന്ന് മുകളിലേക്കൊന്ന് നോക്കുക. തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും 1 2 3 1 2 3 ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് 1 2 3 ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.